എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കഥാപ്രസംഗം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നാടിനെയാകെ ഘോരസർപ്പത്തിന്റെ വായിൽ നിന്നും രക്ഷപ്പെടുത്തിയവൻ, അവസാനം കർത്താവിന് വേണ്ടി പലതവണ പീഡകളേറ്റവൻ, തന്റെ മധ്യസ്ഥതയിൽ ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും രക്ഷകനായി കൊണ്ടിരിക്കുന്നവൻ, നോമ്പും പ്രാർത്ഥനയും ജാഗരണവുമാകുന്ന കുന്തവും വാളും പടച്ചട്ടയും ധരിച്ച് സാത്താനോടും അവന്റെ കുടിലതന്ത്രങ്ങളോടും അസൂയാലുക്കളായ സത്യവിശ്വാസദംസകരോടും അവരുടെ കെണികളാവുന്ന തീകമ്പുകളോടും ധീരമടരാടി വിജയം വരിച്ച മഹാപരാക്രമശാലി, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വലിയ രാജ്യവും അവിടുത്തെ രാജാവും ജനങ്ങളും ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി മാറുവാൻ ഈ വിശുദ്ധന്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഇടയാക്കി. അവസാനത്തെ തുള്ളി രക്തത്തോളവും തന്റെ യജമാനെ എതിർത്ത് പറയാതെ അടിപതറാതെ പോരാടി വിജയകിരീടം വരിച്ച നിസ്തൂല്യ യോദ്ധാവ്, തന്റെ മധ്യസ്ഥതയാൽ തന്നിൽ അഭയം തേടുന്ന രോഗികളെ സൗഖ്യമാക്കുന്ന മഹാവൈദ്യനും ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ ആശ്വാസദാതാവുമായവൻ, അത് നമ്മുടെ ദേവാലയത്തിന്റെ കാവൽ പിതാവ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിശുദ്ധനായ ഗീവർഗീസ് സഹദാ. സഹദേന്മാരുടെ തേരാളി അടമുഖമുണ്ടൻ ഗീവർഗീസ്, അശ്വാരൂഢൻ ജനഗാത്രൻ ആശ്രിത ജനതയ്ക്കാരാധ്യൻ. സഹദേന്മാരുടെ തേരാളി അടമുഖമുണ്ടൻ ഗീവർഗീസ്, അശ്വാരൂഢൻ ജനഗാത്രൻ ആശ്രിത ജനതയ്ക്കാരാധ്യൻ. അതെ, കർത്താവിന് വേണ്ടി തന്റെ പാൽ വന്ന കുതിരയിലേറി ക്രിസ്തുവിന് വേണ്ടി പോരാടിയ ധീരനായ പടയാളി വിശുദ്ധ ഗീവർഗീസ്. അതാ നോക്കൂ, അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ ഈ രാത്രിയിൽ തന്റെ ഭവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്താമഗ്നനായി നടക്കുകയാണ്. ആരാണത്? അവന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ആകെ ഒരു പിരിമുറുക്കം. അതാരാണെന്ന് വ്യക്തമാകുന്നില്ലല്ലോ. അടുത്ത് ചെന്ന് നോക്കിയാലോ? എന്താവാം അവന്റെ വിഷമത്തിന് കാരണം? എന്തായാലും നോക്കുക തന്നെ. സുന്ദര കോമളരൂപൻ, ആദരം തോന്നും രൂപം, ആകുല വേദനയാലേ നിദ്രാവിഹീനനായി പോയോ. സുന്ദര കോമളരൂപൻ, ആദരം തോന്നും രൂപം, ആകുല വേദനയാലേ നിദ്രാവിഹീനനായി പോയോ. ആരാണെന്നറിയണ്ടേ ആ യുവാവ്? അത് മറ്റാരുമല്ല, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടനായകൻ വിശുദ്ധ ഗീവർഗീസ്. അവൻ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്ന് രാജ്യസേവയ്ക്കായി സ്വയം സമർപ്പിക്കപ്പെട്ടവനാണ്. എന്നിട്ടും എന്തേ അവനെ ഇത്ര ആശങ്കപ്പെടുത്തുന്ന ആകുലത? അത് മറ്റൊന്നുമല്ല, വിളംബര ധ്വനി മുഴങ്ങി, വിളംബര ധ്വനി മുഴങ്ങി, ദേവാലയങ്ങൾ തകർക്കാൻ, വേദഗ്രന്ഥം നോക്കാൻ, തള്ളിപ്പറയുക വിശ്വാസം, തള്ളിപ്പറയുക വിശ്വാസം. അതെ, ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ പൊളിക്കുക, അവരുടെ വസ്തുവകൾ കണ്ടുകെട്ടുക, അവരുടെ വിശിഷ്ട ഗ്രന്ഥം തീയിടുക, ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറയുക. തകർത്തെറിയുക വിശ്വാസം, തകർത്തെറിയുക ദേവാലയം, തകർത്തെറിയുക തിരുവചനം. തകർത്തെറിയുക വിശ്വാസം, തകർത്തെറിയുക ദേവാലയം, തകർത്തെറിയുക തിരുവചനം. ഇത് തനിക്ക് സഹിക്കുവാൻ കഴിയുകയില്ല. തന്റെ ജനങ്ങൾ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ വിളംബരത്തിന്റെ പകർപ്പ് വായിച്ചത് മുതലാണ് ഗീവർഗീസിന് ആ രാത്രി നിദ്രാവിഹീനമായി മാറിയത്. രാജൻ തന്നോട് വിളംബരം രാത്രിയെ പകലാക്കി മാറ്റുന്നതാ. രാജൻ തന്നോട് വിളംബരം രാത്രിയെ പകലാക്കി
ഇതാ വൈദ്യ നിന്റെ ജനത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നു. നിന്റെ വചനവും നിന്റെ മന്ദിരവും അവർ തരിപ്പണമാക്കുവാൻ നോക്കുന്നു. അവരെ രക്ഷിക്കാൻ എനിക്കൊരു മാർഗം. പിറ്റേ ദിവസം തന്നെ ഗീവർഗീസ് രാജസന്നിധിയിലെത്തി ഈ കൽപ്പന പിൻവലിക്കണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചു. നാം ഈ കൽപ്പന പിൻവലിക്കുകയില്ല. രാജാവ് കഠിന മാനസനായത് കണ്ട് ഗീവർഗീസിന് വലിയ ദുഃഖമുണ്ടായി. അതിന് മനം നന്ന് ഗീവർഗീസ് തന്റെ ജോലിയിൽ തുടരുവാൻ ആഗ്രഹിച്ചില്ല. പീഡിപ്പിക്കപ്പെടുന്ന യേശുവിന് വേണ്ടി ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു. നാഥനായി പ്രിയ നാഥനായി നിന്റെ മക്കളെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇനി മുതൽ ഞാൻ രാജാവിന്റെ പടനായകനല്ല, പിന്നെയും കാൽവറിയിൽ യാഗമായി ഞങ്ങളെ രക്ഷിച്ച നിന്റെ പടയാളിയായി ഞാൻ ജീവിക്കും. ഈ ഉറച്ച തീരുമാനത്തോടെ ഗീവർഗീസ് രാജ്യങ്ങൾ തോറും സഞ്ചരിച്ച് തന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. യാത്ര യാത്ര വേലതിക്കാൻ ഈ യാത്ര യാഹിൻ പടനായകനായെന്നും വേലതിക്കാൻ ഈ യാത്ര. അങ്ങനെ തന്റെ സുവിശേഷ ദൗത്യവുമായുള്ള യാത്രയിൽ അവനൊരു കാഴ്ച കണ്ടു. വിവാഹ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഏകയായി വിജനമായ സ്ഥലത്ത് നിൽക്കുന്നു. ഗീവർഗീസ് ചിന്തിച്ചു, സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും ഈ വിജനമായ സ്ഥലത്ത് ഏകയായി. സുന്ദരാംഗി താമേകം മൂടിയ മദനമുമായി നീ ഏകയായി. സുന്ദരാംഗി താമേകം മൂടിയ മദനമുമായി നീ ഏകയായി. വിജനമാം ഗീതി അദ്ദേഹം ആ പെൺകുട്ടി നിന്ന ഇടത്തേക്ക് യാത്ര തിരിച്ചു. അവളുടെ അടുത്തെത്തി കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി അവളോട് ചോദിച്ചു, പറയൂ, നീ മനോഹരാങ്കി, നീ മണവാട്ടിയായി വേഷങ്ങളിട്ട് വിജനമാം വീതിയിൽ നിൽപ്പിതന്തേ, വിജനമാം വീതിയിൽ നിൽപ്പിതന്തേ. അല്ലയോ സുന്ദരി, നീ എന്താണ് ഈ ആൾപ്പാപ്പില്ലാത്ത ഇടത്ത് ഇങ്ങനെ ഏകയായി നിൽക്കുന്നത്? നിന്റെ മുഖം കാർമേഘം മൂടിയിരിക്കുന്നുവല്ലോ. ഈ ചോദ്യം കേട്ട് അവൾ തലയുയർത്തുന്നു. ആരാണ് ഈ സുന്ദര ദൃഢഗാത്രൻ? തന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഇദ്ദേഹം ഒരു ധൈര്യശാലിയാണെന്ന് അവൾക്ക് ബോധ്യമായി. വിവരങ്ങൾ ആരാണ്? അവൾ വാവിട്ട് കരയുവാൻ തുടങ്ങി. അങ്ങിവിടെ നിൽക്കരുത്, അങ്ങ് പോകും. അരുത്, അങ്ങിവിടെ നിൽക്കരുത്, അങ്ങയുടെ ജീവൻ ആപത്താണ്. പോകും, വേഗം ഓടിപ്പോയിക്കൊള്ളൂ. അവൾ ഗീവർഗീസിനെ നിർബന്ധിച്ചു. ഗീവർഗീസ് അചഞ്ചലനായി നിന്നു. പടനായകന്റെ
വെച്ച് തന്റെ മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു ധൈര്യശാലിയാണെന്ന് അവൾക്ക് ബോധ്യമായി. അപ്പോഴാണ് അവൾ ആ ഘോര സർപ്പത്തിന്റെയും തന്റെയും കഥ വിവരിക്കുവാൻ തുടങ്ങിയത്. അവൾ തുടർന്നു. അങ്ങ് മലയാളി വാരത്തിലൂടെ വരുന്ന ഉറവയിലെ ജലമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു നാഗം ആ ഉറവയടച്ച് ദേശത്തിന് നാശമുണ്ടാക്കിക്കൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിച്ചു. നാശകനെത്തുന്നു നാടിൻ ജീവജലത്തെ ആകെ വിഷമയമാക്കി വിരാജിക്കുന്നു. നാവു പിളർത്തി രക്ഷമുയർത്തി ചിറകു വിടർത്തി വരുന്നു നാശകനാ ഒരു നാഗം. അത്ര ദോഷമാണെങ്കിൽ ആ നാഗത്തെ അങ്ങ് നശിപ്പിച്ചുകൂടെ? ഗീവർഗീസ് ആരാണ്? ഒരിക്കലും സാധ്യമല്ല ആ നാഗത്തെ കൊല്ലുവാൻ. രാജാവും വിദ്വാൻമാരും കൂടി ആലോചിച്ച് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആരവിടെ നമ്മുടെ ജനത്തെ ആകമാനം വീതിയിലാക്കുന്ന ഈ സർപ്പത്തെ വകവരുത്തുവാൻ നമ്മുടെ സേനയെ സജ്ജമാക്കൂ. എന്നിട്ട് ഗീവർഗീസ് ആരാണ് എന്താവാൻ കുമാരി പറഞ്ഞു. ആരാണ് സാധ്യമല്ല നാഗത്തെ വെല്ലാൻ. പറന്നിറങ്ങി ദംശമുയർത്തി വായ് പിളർക്കുന്നു കണ്ണുകളിൽ ആഞ്ഞുപതിക്കുന്നു. സേനയാകെ ഭീതിയിലാഴ്ത്തി ആറാടിടുന്നു. നാഗം ആറാടിടുന്നു. രാജ്യത്തെ സൈന്യത്തെ മുഴുവൻ ഇറക്കിയിട്ടും നാഗത്തെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. തന്നെയുമല്ല ധാരാളം സൈനികർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അവസാനം രാജ്യം ഒന്നടങ്കം ഒരു തീരുമാനമെടുത്തു. വാരത്തിലൊരു നാൾ നാഗത്തിനായി നൽകിടം തൃപ്തമന്നമത്. വാരത്തിലൊരു നാൾ നാഗത്തിനായി നൽകിടം തൃപ്തമന്നമത്. അഞ്ജനയാളെ ആഴ്ചയായി അർപ്പിക്കാം വീരരൂപിയം നാഗത്തിനായി. അഞ്ജനയാളെ ആഴ്ചയായി അർപ്പിക്കാം വീരരൂപിയം നാഗത്തിനായി. അതെ, ആഴ്ചയിലൊരിക്കൽ, അതായത് ഒരു ശനിയാഴ്ചയും ഒരു കന്യകയെ പാകപ്പെടുത്തിയ ഭക്ഷണവുമായി നാഗത്തിനടുത്തേക്ക് അയക്കുക. ആരെയാണ് അയക്കേണ്ടതെന്ന് കുറിയിട്ടെടുക്കുക പതിവാണ്. രാജകുടുംബത്തെയും കുറിയിടുന്നതിൽ നിന്നും ഒഴിവാക്കി. ആ ദിനം വന്നെത്തി മേടമാസത്തിൽ രാജപുത്രിതൻ ദരിദ്രമെത്തി. നാഗത്തിൻ നിരയാകാൻ കുറി വീണതിനാൽ രാജകുമാരിയാം കന്യകയ്ക്കായി. മേടമാസത്തിൽ ഒരു ദിവസം കുറി വീണത് രാജപുത്രിയായ സോഫിക്ക്. ഈ വാർത്ത അറിഞ്ഞ് രാജാവ് അത്യന്തം ദുഃഖിച്ചു. തന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു ഈ സോഫി. അവളാകട്ടെ സുന്ദരിയും സൽസ്വഭാവിയും അടുത്ത രാജ്യാവകാശിയും കൂടിയായിരുന്നു. ഈ മകളെ ഞാൻ എങ്ങനെയാണ് നാഗത്തിനടുത്തേക്ക് ഭക്ഷണവുമായി അയക്കുക? രാജാവ് തന്റെ പ്രജകളോട് യാചിച്ചു. പക്ഷേ അവരാരും രാജാവിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവസാനം രാജാവ് മനസ്സില്ലാ മനസ്സോടെ തന്റെ പ്രിയപ്പെട്ട മകളെ
ആ നാഗത്തിന് അടുത്തേക്ക് അയക്കുന്നു. അവളെയാണ് ഗീവർഗീസ് വിജനമായ സ്ഥലത്ത് കണ്ടുമുട്ടിയത്. അതിവേദനയാൽ മനോവേദനയാൽ ഹൃദയവേദനയോടെ തന്റെ പ്രിയപ്പെട്ട മകളെ രാജാവ് നാഗത്തിനടുത്തേക്ക് യാത്രയായി. അവൾ തന്റെ കഥന കഥ പറഞ്ഞു നിർത്തി ഗീവർഗീസിനോട് അവിടെ നിന്നും പൊയ്ക്കൊള്ളുവാൻ നിർബന്ധിച്ചു. അചഞ്ചലനായി ഗീവർഗീസ് മറുപടി ഭയമൊട്ടും വേണ്ടിത രാജകുമാരി, ധീരയായി നേരിടാം, നമുക്ക് ധീരമായി നേരിടാം. രാജകുമാരി ഒട്ടും ഭയപ്പെടേണ്ട, എന്ത് വന്നാലും നേരിടുവാൻ ഞാൻ തയ്യാറാണ്. ഗീവർഗീസ് പറഞ്ഞു തീർന്നില്ല. അതിനകം തന്നെ അത് സംഭവിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. സർവശക്ത സർവശക്ത, കരുത്തേകിടൂ, നീ കരുത്തേകിടൂ. ദുഷ്ടനാം നാഗത്തെ നിഗ്രഹിച്ചിടുവാൻ കരുത്തേകിടൂ നാഥ, കരുത്തേകിടൂ. സ്വർഗസ്ഥ പിതാവേ, ഈ ദുഷ്ടജന്തുവിൽ നിന്നും ഈ ദേശത്തെ ആകെ രക്ഷിക്കുവാൻ എനിക്ക് ശക്തി തരണം. മുകളിലേക്ക് നോക്കി കുരിശ് വരച്ച് ഗീവർഗീസ് ധീരതയോടെ പരിശുദ്ധാത്മ ശക്തിയാൽ പാൽവർണ്ണ കുതിരയുടെ മുകളിൽ കയറി കുന്തം കയ്യിലേറി ആ നാഗത്തിനടുത്തേക്ക് നീങ്ങി. പടപ്പുറപ്പാട്, ഇത് പടപ്പുറപ്പാട്, നാടിൻ രക്ഷയ്ക്കായി നായക പടപ്പുറപ്പാട്. ഗീവർഗീസ് തന്റെ കുതിരപ്പുറത്ത് കയറി നാഗത്തിനടുത്തേക്ക് പാഞ്ഞു. നാഗം ഗീവർഗീസിനെ കണ്ടതും അവന് നേരെ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. കുതിരയുടെ വാലിൽ ചുറ്റി താഴാടിക്കുവാനുള്ള ശ്രമം തുടങ്ങി. ഗീവർഗീസ് പിന്മാറിയില്ല, വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അതാ അവിടേക്ക് നോക്കൂ, അവിടെ ഘോരമായ യുദ്ധം നടക്കുന്നു. ഗീവർഗീസും നാഗവും തമ്മിൽ യുദ്ധം, ഘോരമായ യുദ്ധം, ന്യായമായ തീരണ്ടനുടെ ഘോരമായ യുദ്ധം. ഗീവർഗീസും നാഗവും തമ്മിൽ ഘോരമായ ഏറ്റുമുട്ടൽ തുടർന്നു. നൊടിയിടയിൽ ഗീവർഗീസ് തന്റെ കുന്തമുയർത്തി ആ ഭീകര സർപ്പത്തിന്റെ വായിൽ കുത്തിയിറക്കി. നാഗത്തിന്റെ വായ് പിളർന്നു. ആ ഭീകര സർപ്പം ഒരലർച്ചയോടെ പിഴഞ്ഞു വീഴ്ചെന്നു. ഗീവർഗീസാ നാഗം തന്നോട് നാവു പിളർന്നു കുന്തത്താൽ. ഗീവർഗീസാ നാഗം തന്നോട് നാവു പിളർന്നു കുന്തത്താൽ. അതിവേദനയാൽ പിടയുന്നു, തലതല്ലി താഴേറുന്നു. അതിവേദനയാൽ പിടയുന്നു, തലതല്ലി താഴേറുന്നു. നാഗമിതാ നിലപതിച്ചിരിക്കുന്നു. ഇതുവരെയും വിറയിലൂടെ നിന്ന രാജകുമാരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ കൊട്ടാരത്തിലേക്കോടി തന്റെ പിതാവിനോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ദേവനു തുല്യനായ ഒരു മനുജൻ പടയാളി വേഷത്തിലണിഞ്ഞൊരുങ്ങി. ദേവനു തുല്യനായ ഒരു മനുജൻ പടയാളി വേഷത്തിലണിഞ്ഞൊരുങ്ങി. നാഗത്തെ കൊന്നൻ പ്രാണനെ കാക്കൽ നാദാ നാദാ നാദിക്കോ. നാഗത്തെ കൊന്നൻ പ്രാണനെ കാക്കൽ നാദാ നാദാ
കൊട്ടാരത്തിലേക്ക് വിളിച്ച് സർവ്വ ആദരങ്ങളും നൽകി അദ്ദേഹം അതിനെ തുടർന്ന് ഒരു പ്രഖ്യാപനവും നടത്തി. ഗീവർഗീസിന് നമ്മളുടെ മകൾ സോഫിയയെ വിവാഹം കഴിച്ചു നൽകുവാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ രാജ്യവും സമ്പത്തും പദവിയും നാം ഗീവർഗീസിന് നൽകുകയാണ്. ഇനിയും ഈ രാജ്യത്തിന്റെ അനന്തരാവകാശി ഗീവർഗീസ് ആയിരിക്കും. കൂടാതെ സകലവും കേട്ട ഗീവർഗീസ് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, എനിക്ക് അങ്ങയോട് ആദരവുണ്ട്. പക്ഷേ രാജസിംഹാസനവും രാജപുത്രിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ മകളെ രക്ഷിച്ചത് ഞാനല്ല, കർത്താവായ യേശുവാണ്. അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. യേശു ക്രിസ്തു ആരാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി. ബേത്ലഹേമിലെ ഗോശാലതന്നിൽ മാനവനായി ദൈവൻ പിറന്നു വീണു. മാനവനെ പ്രതി ക്രൂശിലേറിയവൻ മൂന്നാം നാൾ ക്രൂശിനെ വെന്നെണീറ്റു. അതെ, മാനവരക്ഷയ്ക്കായി പിറന്നു വീണ ദൈവം യൂതന്മാരാൽ മൂന്നാണിമേൽ ക്രൂശിൽ തൂക്കപ്പെട്ടു. എന്നാൽ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവനു വേണ്ടി ഞാൻ ലോകമെങ്ങും സഞ്ചരിക്കും. അവന്റെ പടനായകനായി ഞാൻ ഇനി ജീവിക്കും. ഈ വാക്കുകൾ രാജാവിനെ അന്താകർഷിച്ചു. ഉൾവിളി കേൾക്കുന്നു, ഉൾവിളി കേൾക്കുന്നു, ഉയർത്തവൻ തന്നാദമുള്ളിൽ ഉൾവിളി കേൾക്കുന്നു. രാജാവിന്റെ മനസ്സിൽ ഗീവർഗീസിന്റെ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന ഉൾവിളി ഉണ്ടായി. രാജാവും കുടുംബവും കർത്താവിനെ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി മാറി. ഗീവർഗീസ് തന്റെ സുവിശേഷ വേലയുമായി യാത്രയായി. അങ്ങനെയിരിക്കെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. യഹൂദന്മാർ നിന്ദിച്ചും തള്ളിപ്പറഞ്ഞും ക്രൂശിൽ തൂക്കിയ ആ തച്ചന്റെ മകനെ വളരെയേറെ പേർ ആരാധിക്കുന്നു. നമ്മുടെ ദേവന്മാരെ അവർ വന്ദിക്കുന്നില്ല. അതിനാൽ ആ തച്ചന്റെ മതക്കാരെ നാം പൂർണ്ണമായും നശിപ്പിക്കും. പീഡ പീഡ കത്തൻ മക്കൾക്കെന്ന് തുടങ്ങി പീഡ ഓടുന്നു, ഉൾവലിയുന്നു, ചെതറിയോടുന്നു, ജനമെല്ലാം ചിതറിയോടുന്നു. അതെ, ക്രിസ്ത്യാനികൾക്കെതിരെ പീഡയുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അവിടെ. രാജാവ് ഗീവർഗീസിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ചക്രവർത്തിയുടെ കുലദൈവങ്ങളെ നീ ആരാധിക്കുന്നില്ല എന്ന് നാം കേട്ടു, അത് ശരിയോ? അതെ, ജീവനുള്ള ദൈവത്തിന് പകരം കല്ലും മുള്ളും കൊണ്ട് നിർമ്മിച്ച ദൈവങ്ങളെ ഞാൻ ഒരിക്കലും ആരാധിക്കില്ല. ആരവിടെ? ഇവനെ തുറകിലടക്കൂ. ഇവനെ കൊല്ലുവാൻ ഒരു ഉപകരണം തയ്യാറാക്കൂ. മന്ത്രമുറകൾ ഓരോന്നായി ആരംഭിച്ചു. ഇല്ലാത്ത കുറ്റം അവന്റെ മേൽ രാജാവ് ചുമത്തി. ഗീവർഗീസിന്റെ
പോലും ഞങ്ങൾക്ക് ശക്തിയില്ല. അവർ വാവിട്ട് നിലവിളിച്ചു, മറ്റു ചിലർ കുഴഞ്ഞു വീണു. ചാട്ടമാർ അടികളേറ്റ് പിടിയുമ്പോഴും ശരീരം കീറി കുത്തിമുറിക്കുമ്പോഴും സഹതായുടെ ജ്വലിക്കുന്ന കണ്ണുകളും തിളക്കമാർന്ന മുഖഭാവവും കണ്ട് ഭടന്മാർക്ക് ഭയമായി. മർദ്ദനമേറുന്തോറും ഈവർഗീസിന്റെ ശക്തി വർദ്ധിക്കുന്നതായി അവർക്ക് തോന്നി. അനുസരിച്ചല്ലേ പറ്റൂ. വരച്ചട്ടി, ചൂടുവെള്ളം, പല്ല് മുറിക്കുന്ന യന്ത്രം, കൊടിലുകൾ, പച്ചമാംസം ചെയ്യുന്ന ഇരുമ്പ് ചീപ്പുകൾ, ഇവയെല്ലാം വീണ്ടും സഹതായെ കാട്ടി ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ സഹതായോട് ആവശ്യപ്പെട്ടു. അചഞ്ചലനായ ഗീവർഗീസ് മറുപടി പറഞ്ഞു, മൺമയമാം ഈ ദേഹത്തെ കൊന്നാലും എന്റെ ആത്മാവെ കൊല്ലാൻ സാധ്യമല്ല. എന്നാഥൻ കൈകളിൽ എൻ പ്രാണനുള്ളതാൽ എൻ സ്നേഹമതത്തെയും എന്നാഥനായി. നിന്നിനായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ ഒരു നാളും തള്ളിപ്പറയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് കേട്ട് രാജാവ് ക്രോധനായി അവന്റെ ശരീരം തുണ്ടം തുണ്ടമായി അടുത്ത് കുഴിയിലെറിഞ്ഞു. ഭൂകമ്പം, ഇടിനാദം, അഗ്നിത്തേരിൽ ക്രിസ്തുശിഷ്യനായി എഴുന്നള്ളുന്നു. ഈവർഗീസിന് പൊതുജീവനെ താൻ നൽകി. പ്രഭാതം പൊട്ടിവിടർന്നു. ഭാഗ്യവാനായ ഗീവർഗീസ് കൊട്ടാരത്തിലെത്തി. അവനെ കണ്ട് എല്ലാവരും ഞെട്ടി. 10 കഷ്ണങ്ങളാക്കി ഇവനെ കുഴിയിൽ എറിഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ? വീണ്ടും വീണ്ടും പീഡനമുറകൾ. അപ്പോഴെല്ലാം ഗീവർഗീസിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മരിച്ച ആത്മാക്കൾ ഉയർത്തു, വിധവയുടെ മകൾ പൊതുജീവൻ പ്രാപിക്കുന്നു. മഹാറാണി പോലും ഗീവർഗീസിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. രാജാവിന് ഇതൊന്നും സഹിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന സഹതായെ വ്യതിചലിപ്പിക്കുവാൻ രാജാവ് പ്രയോഗിച്ച എല്ലാ മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നതിനാൽ വീണ്ടും സഹതായെ കൊല്ലുവാൻ രാജാവ് തീരുമാനിച്ചു. രാജ്ഞിയെ വധിച്ച സ്ഥലത്ത് തന്നെ സഹതായെയും കൊല്ലുവാൻ രാജാവ് കൽപ്പിച്ചു. താനും സ്വർഗീയ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ സമയമായി എന്ന് ഗീവർഗീസിന് ബോധ്യമായി. രാജ്ഞിയെ വധിച്ച സ്ഥലത്ത് തന്നെ അവൻ വധിക്കപ്പെട്ടു. സ്വർഗം തുറന്നു, മാലാഖവൃന്ദം പറുദീസയിലേക്ക് അവനെ ആനയിച്ചു. നാഥൻ അരുളുന്നു, ആഗതനായിടുക, നിത്യതയിലേക്ക് ആഗതനായിടുക. സഹദാ സ്വർഗത്തിലേക്ക് നോക്കി കുരിശു വരച്ച് വാളാൽ വെട്ടേറ്റ് മരണത്തെ വരിച്ചു. തുണ്ട് തുണ്ട് കഷ്ണങ്ങളാക്കിയിട്ടും പറച്ചട്ടിയിൽ എറിഞ്ഞിട്ടും അഗ്നികുണ്ഡത്തിൽ അകപ്പെടുത്തി 3 പ്രാവശ്യം തന്നെ കൊന്നിട്ടും വീണ്ടും ജീവിച്ചെഴുന്നേറ്റ ഗീവർഗീസ് എന്നേക്കുമായി മരണം വരിച്ചു. അവസാന നിമിഷത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന വളരെ ഹൃദയഭേദകമായിരുന്നു. സ്വർഗസ്ഥനായ എന്റെ ദൈവമേ, എന്റെ ശവശരീരം ഏറ്റെടുക്കുവാൻ പലരും ഒരുങ്ങിയിരിക്കുന്നു. എന്റെ ശരീരവും അസ്ഥികളും ഈ ലോകത്തിന് പങ്കിടുവാൻ മതിയാകിയില്ല. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ആവശ്യത്തിലും ഭയത്തിലും ഇരിക്കുന്നവർ എന്റെ നാമമോർത്ത് നിന്നോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്ക് ആശ്വാസവും നന്മയും ചൊരിയണമേ. എന്റെ കഷ്ടപ്പാടുകളെ ഓർക്കുകയും എന്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹവും കരുണയും ധാരാളമായി നൽകണമേ. പ്രിയമുള്ളവരെ, പീഡകളുടെ നടുവിലും അചഞ്ചലനായി നിലകൊണ്ട് സഹദാ ഇന്നും വിളിച്ചാൽ വിളി കേൾക്കുന്നവനായി
പ്രവാചകനായി നിലകൊള്ളുന്നു. AD 303 ഏപ്രിൽ 23-ാം തീയതി തന്റെ 23-ാം വയസ്സിൽ ഗീവർഗീസ് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി. കഷ്ടതയേറ്റം സഹിച്ച ഈ വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഏപ്രിൽ 23-ാം തീയതി ലോകമെമ്പാടുമുള്ള നിരവധി ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയോടുകൂടി കൊണ്ടാടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച വിശ്വാസികളുടെ കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. എനിക്കിന്നിവിടെ നമ്മുടെ കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കഥ അവതരിപ്പിക്കുവാൻ അവസരം തന്ന നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട കാരക്കലച്ചനോടും ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും എന്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഈ കഥ എഴുതി തന്ന ശ്രീമതി സൂസൻ ബാബു കുടശനാടിനോടും ഇൻസ്ട്രുമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ആവണി അജികുമാർ ചേട്ടനോടും അദ്ദേഹത്തിന്റെ മകളോടും ഇലന്തൂർ സുരേഷ് ചേട്ടനോടുമുള്ള നന്ദി അറിയിക്കുന്നു. സൗണ്ട് തന്ന് ഈ കഥാപ്രസംഗം മനോഹരമാക്കിയ ബാബു പുലിമയിലിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ വിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾക്കെല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. സമയം കൊണ്ടെടുക്കുകയാണ്. ഈ പ്രിയ സുനിത ഗീവർഗീസ് സഹദായുടെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല ഇത്ര മനോഹരമായി ഈ കഥ ഇങ്ങനെ അല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഒരു കഥാപ്രസംഗ രൂപേണ സുനിതയ്ക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്ന്. മനോഹരമായിട്ടൊക്കെ പാട്ടുപാടുന്ന ആളെന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലധികം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒരു വാക്കുപോലും തെറ്റാതെ വളരെ മനോഹരമായി ഈ സംഭവം കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുക എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു വലിയ കഠിനാധ്വാനമുണ്ട്. ഈ പാട്ടുകളും കഥയും ഒക്കെ അതിൻ്റെ താളവും ശ്രുതിയും അതിൻ്റെ വൈകാരികമായ എല്ലാ തലങ്ങളും ഒഴിവാക്കാതെ അവതരിപ്പിക്കാൻ കഴിയുക സുനിതയുടെ വലിയൊരു കഠിനാധ്വാനം ഇതിന് മുമ്പിലുണ്ട്. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ചരിത്രം നമുക്കൊക്കെ പരിചിതമാണെങ്കിലും ഒരു കഥാപ്രസംഗ രൂപേണ അതിൽ കേൾക്കുവാൻ കഴിഞ്ഞപ്പോൾ കൂടുതൽ വൈകാരികമായ തലത്തോടെ അതിനെ അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇന്ന് സന്ധ്യയിൽ സാധ്യമായി. സുനിതയുടെ കഠിനാധ്വാനത്തെ പന്തളം അറത്തിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക വളരെ അഭിമാനത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ധാരാളം ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ദേവാലയങ്ങളുണ്ട്. ഇതൊരു തുടക്കമാകട്ടെ. മലങ്കര സഭയിലെ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള വിവിധ ദേവാലയങ്ങളിൽ ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ സുനിതയ്ക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഠിനാധ്വാനത്തിനും പ്രയത്നത്തെയും വിശുദ്ധനായ ഗീവർഗീസ് സഹദ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ. ആ കുടുംബത്തെ മുഴുവനായിട്ട്, പ്രത്യേകിച്ച് പ്രിയ ഭർത്താവും മാതാപിതാക്കളും കുടുംബവും ഒക്കെ എല്ലാ പിന്തുണയും നൽകി വളരെ മനോഹരമായി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു തെറ്റും കൂടാതെ വളരെ മനോഹരമായി ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സുനിതയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വാദ്യ ഉപകരണങ്ങളുമായി പിന്തുണ നൽകിയ എല്ലാ കലാകാരന്മാരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശ്വരൻ
അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ഈ കലാപരിപാടിയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കലാപരിപാടിയിൽ കാണിച്ച ഉത്സാഹവും താല്പര്യവും ആരാധനയുടെ കാര്യത്തിലും ഉണ്ടാകണം. രാവിലെ തന്നെ എല്ലാവരും ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ, കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ ഇടയാകണം. ഇപ്പോൾ പന്തളം അറത്തിൽ സെന്റ് ജോർജ് മഹാ ഇടവകയുടെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും ഭാവിയിലുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വിശുദ്ധനായ ഗീവർഗീസ് സഹദ പ്രിയ സുനിതയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പന്തളാറത്തിൽ ഇടവകയുടെ ഒരു ഉപഹാരം നൽകി ഷാൾ അണിയിച്ച് പ്രിയ സുനിതയെ ആദരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കൈകൊടി നടത്തി നമുക്ക് സുനിതയുടെ ഈ പ്രകടനത്തെ അഭിനന്ദിക്കാം. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയോട് കൊടുക്കാം. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് ആശീർവാദത്തോടെ ഇന്നത്തെ കലാസന്ധ്യ അവസാനിപ്പിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ദൈവമാതാവിന്റെയും നാം ആരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നാം എല്ലാവരുടെ മേലും ഇടവുടെ മേലും എല്ലാ ഭവനങ്ങളുടെ മേലും നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളുടെ മേലും ദേശത്തിന്റെ മേലും ദേശനിവാസികളുടെ മേലും വാങ്ങിപ്പോരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുവാനാണമേ.